ഹായ് എവരിവൺ. നമ്മുടെ ജനറൽ എക്സെപ്ഷൻസിൻ്റെ ലാസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം ഡെയിലി ലൈഫിലാണെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ഏരിയകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള ഇതിൽ വരെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തൊട്ടും നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് ഓർത്തിരുന്നോണം. എവിടെ തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത്? 14 തൊട്ടാണ്, സെക്ഷൻ 14 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 14 to 44 ആണ്. അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു? ജുഡീഷ്യൽ ആക്ട് കണ്ടു, അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ലോ കണ്ടു, ദെൻ ചിൽഡ്രൻസിൻ്റെ ഇത് കണ്ടു, ആ രീതിയിൽ പോരുന്നത് ആക്സിഡൻറ്റ് കണ്ടു, നെസസിറ്റി കണ്ടു, ഡ്രങ്കൺനെസ് കണ്ടു, കൺസെൻറ്റ് കണ്ടു. സോ ലാസ്റ്റ് പോർഷനാണ് പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില പ്രൊവിഷൻസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രൈവറ്റ് ഡിഫൻസ് സെക്ഷൻ 34 തൊട്ട് 44 വരെയാണ് പ്രൈവറ്റ് ഡിഫൻസുകൾ പറയുന്നത്. സെക്ഷൻ 34 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ഇൻ ദ എക്സസൈസ് ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. പ്രൈവറ്റ് ഡിഫൻസ് പ്രൈവറ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് അയാൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന്, അപ്പോൾ ഒരു വ്യക്തിക്ക് അയാൾക്കെതിരെ എന്ന് പറയുമ്പോൾ അയാൾ മാത്രമല്ല, വ്യക്തിയുമുണ്ട്, പ്രോപ്പർട്ടിയും ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ സെക്ഷൻ 34 ഇതാണ് പറയുന്നത്, നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ഇൻ ദ എക്സസൈസ് ഓഫ് എ പ്രൈവറ്റ് ഡിഫൻസ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന റൈറ്റാണത്. ആ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതൊന്നും തന്നെ ഒരു കൃത്യമല്ല, കുറ്റകൃത്യമല്ല എന്നാണ് 34 പറഞ്ഞു വെക്കുന്നത്. സോ 34 കഴിഞ്ഞ് 35 വരുമ്പോൾ എന്തിനൊക്കെയാണ് പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ കിട്ടുന്നത്? ഓക്കെ, നമുക്ക് എന്തിനൊക്കെയാണ് പ്രൈവറ്റ് ഡിഫൻസ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡിക്കും പ്രൈവറ്റ് ഡിഫൻസ് കിട്ടും, ആൻഡ് ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്, എവരി പേഴ്സൺ ഹാസ് എ റൈറ്റ് സബ്ജക്ട് ടു ദ റെസ്ട്രിക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 37. 37 ഈ റൈറ്റ് നമുക്കങ്ങ് തോന്നുന്ന രീതിയിൽ നമുക്കൊരാളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചൊരാളെ നമുക്ക് അത്ര ഇതായിട്ട് ഫോഴ്സ് ചെലുത്താനൊന്നും പറ്റില്ല. അപ്പോൾ 37 നമ്മളിപ്പോൾ പറയുന്നത് 35 ആണ്. 35 നിന്നുകൊണ്ട് പറയുന്നു 37 പ്രൊവിഷൻസിന് അനുവാദികമായിട്ട്, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ഈ ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് എവിടെയൊക്കെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹിസ് ഓൺ ബോഡി. ഓക്കെ, ഹിസ് ഓൺ ബോഡി ആൻഡ് ദ ബോഡി ഓഫ് എനി അതർ, അത് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ആൻഡ് ദ ബോഡി ഓഫ് എനി അതർ പേഴ്സൺ എന്നുള്ളതാണ്. മിതേഷ് രാത്രി നടന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മിതേഷിനെ കുറച്ച് ആൾക്കാർ പിടിച്ചു പറിക്കാൻ പറ്റുന്നത്, കയ്യിലുള്ള പണമൊക്കെ ആവശ്യപ്പെട്ട് കുറച്ച് ആൾക്കാർ ഓടി വരുമ്പോൾ മിതേഷ് തിരിച്ചവരെ അപ്പോഴാണ് മിതേഷ് നോക്കുമ്പോൾ അടുത്ത് കടന്ന ഒരു വടി കിട്ടുന്നു, ഇല്ലെങ്കിൽ വലിയൊരു ഇരുമ്പ് വടി കിട്ടുന്നു. മിതേഷിനെ അവർ വന്നു, മിതേഷിനെ അടിച്ചു, ഉപദ്രവിച്ചു. അപ്പോൾ കൈ കിട്ടിയ കമ്പി വരെ എടുത്ത് തിരിച്ചും അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മിതേഷ് ചെയ്ത പ്രവൃത്തി എന്താണ്? മിതേഷിൻ്റെ സ്വന്തം ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാൻ, മിതേഷിൻ്റെ കയ്യിലുള്ള വാല്യൂബിൾസ്, പ്രോപ്പർട്ടികൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് കിട്ടി? ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് അടുത്ത് കിടന്ന കമ്പി വടി എടുത്ത് ലവന്മാർക്ക് 2 എണ്ണം കൊടുത്തു, അവന്മാർ ഓടിപ്പോയി. ഓക്കെ, ആ റൈറ്റ് അവിടെ എക്സസൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്വന്തം ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടും സ്വന്തം പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് ഈ റൈറ്റ് കിട്ടും. സ്വന്തം ബോഡിയും സ്വന്തം പ്രോപ്പർട്ടിയും പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്വന്തം ബോഡി മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പറയുന്നത് കിട്ടുമോ? ഇതേ ജിതേഷ് നടന്നു പോകുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു അപ്പൂപ്പനെ കുറച്ച് പേര് ആക്രമിക്കുന്ന കാണുന്നു. അപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരു ലേഡി ആക്രമിക്കുന്ന കാണുമോ? മിതേഷ് ചാടി ഇറങ്ങുന്നു. അപ്പം മിതേഷ് അവിടെ ചെയ്തത് മറ്റൊരു വ്യക്തിയുടെ ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അവിടെ കിടന്ന് ഇരുമ്പോടി എടുത്ത് ലവന്മാരെ അടിച്ചോടിച്ചത്. സോ ഒരു റൈറ്റ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ സ്വന്തം ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എനി പേഴ്സൺ എന്ന് പറയുമ്പോൾ മുമ്പിൽ കൂടെ നടന്നു പോകുന്നതോ പുറകെ കൂടെ നടന്നു വരുന്നതോ നമ്മൾ സംരക്ഷിക്കാൻ പോകുന്ന വ്യക്തികൾ നമ്മുടെ ഫ്രണ്ടോ നിയറസ്റ്റ് ആയിട്ടുള്ള വല്ല റിലേറ്റീവ്സോ ബ്ലഡ് റിലേഷനിൽ പെട്ട ആൾക്കാരോ ഫ്രണ്ട്സോ നമുക്കറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റി പെട്ടവരൊന്നും ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ലെന്നേ. അപ്പോൾ പറയുന്നത് എനി അതർ പേഴ്സൺ ആകാം. ഇനി
അത് മാത്രമല്ല, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കൊള്ളട്ടെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കൊള്ളട്ടെ, സ്വന്തമായിക്കൊള്ളട്ടെ, മറ്റൊരു വ്യക്തികളുടെ ആയിക്കൊള്ളട്ടെ. അപ്പം ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് ഡിഫൻസ് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്, ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് സ്വന്തം ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നതിലേക്ക് എടുക്കാം, മറ്റുള്ളവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നതിലേക്ക് ഇത് എക്സസൈസ് ചെയ്യാം. ദെൻ ഈ സ്വന്തം മൂവബിൾ പ്രോപ്പർട്ടിയോ മറ്റൊരു വ്യക്തിയുടെ മൂവബിൾ പ്രോപ്പർട്ടിയോ സംരക്ഷിക്കുന്നതിലേക്ക് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ റൈറ്റുകൾ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അവിടെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ തരത്തിലുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൈ റീസൺ ഓഫ് യൂത്ത്, വാണ്ട് ഓഫ് മെച്യൂരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഓർ ദ ഇൻടോക്സിക്കേഷൻ ഓഫ് ദ പേഴ്സൺ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നിങ്ങൾക്കെതിരെ ചെയ്തത്, ഓക്കെ, നിങ്ങൾക്കെതിരെ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നത്, നമ്മുടെ മിതേഷിനെ ഉപദ്രവിക്കാൻ വന്നത് എന്താണ്, ഒരു ചെറിയ കുട്ടിയാണ്, എന്താണ് റീസൺ ഓഫ് യൂത്ത്, അതല്ലെങ്കിൽ എന്താണ് മെച്യൂരിറ്റി ഇല്ല, ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉള്ള ആൾക്കാർ. അപ്പം നമ്മൾക്കെതിരെ നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മളുടെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ, മറ്റൊരാളെ ഉപദ്രവിക്കാൻ, മറ്റൊരാളുടെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ, പിടിച്ചു പറിക്കാനൊക്കെ വരുന്നത് ആരായിക്കൊള്ളട്ടെ, നമ്മൾക്ക് ഓപ്പോസിറ്റ് ആര് നിന്നാൽ അവർക്കെതിരെ എല്ലാം ഈ റൈറ്റ് അവൈലബിൾ ആണ്. ഏതാണ് നമ്മൾ ഈ പറയുന്ന പ്രൊവിഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, നമ്മൾക്കെതിരെ ആര് നിന്നാലും അത് ഈവൻ അതൊരു അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ബോഡിയും നമ്മുടെ പ്രോപ്പർട്ടിയും മറ്റൊരാളുടെ ബോഡിയും മറ്റൊരാളുടെ പ്രോപ്പർട്ടിയും സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാം. ഇപ്പോഴും നമ്മൾ റൈറ്റ് എക്സസൈസ് ചെയ്യാമെന്നേ പറയുന്നുള്ളൂ. അത് എന്ത് റൈറ്റ് ആണെന്നൊക്കെ ഇനി കാണാം. അതായത് നോക്കിക്കോ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. എ എന്ന് പറയുന്ന ഒരാൾ, എ എൻറ്റേഴ്സ് ബൈ നൈറ്റ് എ ഹൗസ് വിച്ച് എന്താണ്, നമ്മുടെ മിതേഷിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന ഒരു റെൻറ്റഡ് ഹൗസിലാണ്. ഓക്കെ, മിതേഷ് രാത്രി ആയപ്പോഴത്തേക്കിന് ആ വീട്ടിലേക്ക് കയറി വരുവാണ്. അവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. മിതേഷിന് അവിടെ ലീഗലി എൻറ്റൈറ്റിൽമെൻ്റ് ഉള്ളതാണ്, നിയമപരമായിട്ട് അവിടെ എന്താണ് ആ വീട്ടിൽ കയറാൻ റൈറ്റ് ഉള്ള മിതേഷ് വീട്ടിൽ കയറുന്നു. ഗുഡ് ഫെയ്ത്തിൽ അവിടെ കയറുകയാണേ. അപ്പോഴാണ് അപ്പോൾ എന്ത് ചെയ്യാണ്, അപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാത്രി മിതേഷിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ. മിതേഷിൻ്റെ ഫ്രണ്ടിന് അറിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ രാത്രി കയറി വരുന്നത് ഒരു കള്ളനാണെന്ന്, ഒരു ഹൗസ് ബ്രേക്കർ ആണെന്ന് കരുതിയിട്ട് ഈ കയറി വന്ന മിതേഷിനെ അറ്റാക്ക് ചെയ്യുന്നതിന് എന്താണ് ഉദ്ദേശം, അതായത് ഈ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്കൺസെപ്ഷൻ ആണ്, അല്ലാതെ അത് മിതേഷ് ആണെന്ന് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ല, മിതേഷ് ആണെന്ന് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് ഇവിടെ. അപ്പം നമ്മൾ ചോദിക്കും, ഇവിടെ എന്ത് തരത്തിലാണ് ഈ പറയുന്ന മിതേഷിൻ്റെ ഫ്രണ്ടിന് മിതേഷിനെ അറ്റാക്ക് ചെയ്തല്ലോ, മിതേഷിനെ അറ്റാക്ക് ചെയ്തു, ഇവിടെ എന്ത് പ്രൈവറ്റ് ഡിഫൻസ് ആണുള്ളത്? ആ വീട്ടിലേക്ക് കടന്നു കയറി, ആ വീടെന്താണ്, പ്രോപ്പർട്ടിയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്, ഹൗസ് ട്രസ്പാസ് അവിടെ വന്നു കഴിഞ്ഞു. ഹൗസ് ട്രസ്പാസ് പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ആ പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒഫൻസ് നടത്തിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നവന്മാരെ അടിച്ച് പുറത്താക്കാനുള്ള റൈറ്റ് ഉള്ളേ. അതാണ് ഒരു പ്രൈവറ്റ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അയാൾ ആ റൈറ്റ് എക്സസൈസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഈ മിതേഷിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അയാൾ എന്തെങ്കിലും കൃത്യം ചെയ്തോ? ഇരുട്ടത്ത് കയറി വന്ന മിതേഷിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഓക്കെ, ഇയാൾ കരുതി ഹൗസ് ബ്രേക്കർ ആണെന്ന് കരുതി. അതൊരു ട്രസ്പാസ് ആണ്. പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ, മിതേഷിൻ്റെ കൂട്ടുകാരൻ, മിതേഷിൻ്റെ തലക്കടിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ ഓക്കെ ശരി, അപ്പം മിതേഷ് കയറി വന്നു. മിതേഷ് ഇതൊന്നും അറിയുന്നില്ല. കൂട്ടുകാരൻ അവിടെ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ മിതേഷിനെ അറിഞ്ഞൂടാ, വന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല. ഓക്കെ, മിതേഷ് കയറി വന്നത് വീട്ടിനകത്തേക്ക് കയറി ഡോറിൻ്റെ അടുത്തെത്തിയപ്പോഴേ ഉള്ളൂ മിതേഷിൻ്റെ തലക്കടി വീണ്. എന്തായാലും മിതേഷിന് ബോധമുണ്ട്. മിതേഷ് എന്ത് ചെയ്തു, കിട്ടി അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് അടുത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കിയില്ല, അവനും കൊടുത്തൊരടി. അപ്പം ഇവിടെ കണ്ടോ, മിതേഷ് ആരാണെന്നോ എന്താണെന്നോ ഒന്നും കാണുന്നില്ല. മിതേഷിന് അടി കിട്ടി. മിതേഷിൻ്റെ ബോഡിയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അടിച്ചവനെ തിരിച്ചടിച്ചു. രണ്ട് തരത്തിലുള്ള പ്രൈവറ്റ് ഡിഫൻസ് നമ്മളിപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് കണ്ടു. ആദ്യത്തെ കേസിൽ നമ്മളത് പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ, രണ്ടാമത്തെ കേസിൽ ഒരാൾ എന്ത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അയാളുടെ ഈ ബോഡി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവർ 2 പേരും എന്ത് കമ്മിറ്റ് ചെയ്തിട്ടില്ല,
ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് കിട്ടിയതും മേടിച്ചുകൊണ്ട് 2 പേർക്കും അപ്പുറത്തും ഇപ്പുറത്തോട്ടും ഇരിക്കാം. കേസായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല, ഒന്നും കിട്ടത്തില്ല. ഈ പറയുന്ന പ്രൊവിഷൻ്റെ ബെനിഫിറ്റ് നമുക്ക് അവിടെ എടുക്കാം. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സെക്ഷൻ 37 നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സെക്ഷൻ 37 അനുസരിച്ച് 37-ൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് അൺസർട്ടൺ റെസ്ട്രിക്ഷൻസ് റിഗാർഡിങ് എന്താണ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. സെക്ഷൻ 37-ൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട് വീട് നിങ്ങളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ആ വീട് എന്ത് ചെയ്യാനാണ് ഒരു സിവിൽ കേസിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വീട് ജപ്തി ചെയ്യാൻ എന്താണ് കോർട്ട് ഓഫീസേഴ്സും പോലീസുകാരും ഒക്കെ വരുന്നു. അപ്പോൾ എന്താണ് നിയമപ്രകാരമാണല്ലോ അവർ വരുന്നത്. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വരുന്ന ആൾക്കാർ പബ്ലിക് ഓഫീസറുമാണ്, പബ്ലിക് സർവൻ്റാണ്. അപ്പോൾ ആ പബ്ലിക് സർവൻ്റ് ആണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പബ്ലിക് ഓഫീസിൻ്റെ കളറെന്നാണ് നമ്മൾ പറയുന്നത്. പബ്ലിക് ഓഫീസിൻ്റെ കളറിന്മേൽ ഇല്ലെങ്കിൽ ആ ജോലി അദ്ദേഹം നിയമപ്രകാരം ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ അയാൾ സതുദ്ദേശത്തിലാണ് വരുന്നത്. അങ്ങനെ കയറി വീട്ടിൽ വരുന്നു. വീട്ടുകാരെല്ലാം അത് വീട് പൂട്ടിയിട്ടിരിക്കുക. വീട്ടിനകത്തേക്ക് കയറി വീട് എന്ത് ചെയ്യുന്നു? അപ്പം നിയമപ്രകാരം ഹൗസ് നമുക്ക് ബ്രേക്ക് ഓപ്പൺ ചെയ്യാനുള്ള റൈറ്റ് പറയുന്നുണ്ട്. അത് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക് പൊട്ടിച്ചകത്ത് കയറാം. എന്തിനാണ്? കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി ഇല്ലെങ്കിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് വീടിനകത്ത് കയറിയപ്പോൾ താണ്ടത് നമ്മുടെ വീട്ടിൽ എന്താണ് ഹൗസ് ട്രസ്പാസ് നടത്തി, ക്രിമിനൽ ട്രസ്പാസ് ഇവിടെ നടന്നു, ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന പബ്ലിക് സർവൻറ്റിൻ്റെ തലക്കടിക്കാനും അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനും അവിടെ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റ് ആ പബ്ലിക് സർവൻറ്റ് എന്നുള്ള നിലയിൽ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ഒഫീഷ്യൽ ഡ്യൂട്ടി നടത്താൻ വരുന്ന സാഹചര്യത്തിൽ അത് പബ്ലിക് സർവൻ്റ് ആണെന്ന് നമ്മൾക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മുടെ ആ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് റൈറ്റ് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അവകാശമില്ല. ഒരെണ്ണം. അതേപോലെ തന്നെ അപ്പം നമ്മൾ 37-ലെ റെസ്ട്രിക്ഷൻസ് ആണ് പറയുന്നത്. ഇനി ഈ പറയുന്ന വ്യക്തി ഈ വരുന്ന പബ്ലിക് സർവൻറ്റിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഒരു അപ്രിഹെൻഷൻ, ഒരു അനുമാനം, ഒരു ധാരണ ഇയാൾ വരുന്നത് സതുദ്ദേശത്തിലല്ല ഇയാൾ കയറി വന്നിട്ടുള്ളത്. ഈ കയറി വന്ന ഇയാളെ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഹർട്ടോ ഡെത്തോ അല്ലെങ്കിൽ ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ടാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാൾ വരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റാരെങ്കിലും കയറി വരുന്നു. പോലീസ് എന്ന് തന്നെ പറയാം. വാറണ്ടൊന്നും ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കയറി വരുന്നു. അപ്പോൾ എവിടെ വാറണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഉദ്യോഗസ്ഥൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് ഗുഡ് ഫെയ്ത്ത് അല്ല. അപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ ആക്ട് എന്ന് പറയുന്നത് നമ്മളിൽ റീസണബിൾ അപ്രിഹെൻഷൻ, ഡെത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട് ആയിരിക്കും പരിണിത ഫലം എന്നൊരു തോന്നൽ ഉണ്ടാക്കാത്തിടത്തോളം കാലം ആ കയറി വരുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചാക്രമിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. അപ്പം നമ്മൾ എന്ത് രീതിയിൽ പറയാം? പോസിറ്റീവ് സെൻസിൽ പറയുമ്പോൾ ഈ കയറി വരുന്ന ആളുടെ പ്രവൃത്തി നമ്മളിൽ എന്തുണ്ടാക്കി? ഇവൻ്റെ പ്രവൃത്തി ഇവനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇവൻ നമ്മളെ തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു തോന്നലിലാണ് അയാളുടെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ആ പറയുന്ന ഉദ്യോഗസ്ഥനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തടഞ്ഞതെങ്കിൽ ദർ ഈസ് നോ ഒഫൻസ് എന്നുള്ളത്. അവിടെ നമുക്ക് ഡിഫൻസ് അപ്ലൈ ചെയ്യാം. അവിടെയും നമ്മൾ 2 രീതിയിൽ പറയണം. മൂന്നാമത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് അതായത് നമ്മൾക്ക് പബ്ലിക് അതോറിറ്റിയെ വിളിച്ചു വരുത്താനായിട്ടുള്ള സഫിഷ്യൻറ്റ് ടൈം അവിടെ ഉണ്ട്. പബ്ലിക് അതോറിറ്റിയെ വിളിച്ചു വരുത്താൻ സഫിഷ്യൻറ്റ് ടൈം അവിടെ ഉണ്ടെങ്കിൽ, അത്രയും സമയം അവിടെ ഉണ്ട്, എന്നിട്ടും നമ്മൾ അവനെ വിളിച്ചു വരുത്തുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീറൈറ്റ്. അതായത് ഞാൻ നോക്കുമ്പോൾ റിതേഷ് ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് കുറച്ച് ദൂരം മാറി, അതായത് എനിക്ക് കാണാമെന്നേ ഉള്ളൂ, അവിടെ നിന്നുകൊണ്ടൊരു വടിവാളും കൊണ്ട് നിൽക്കണം. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എപ്പോഴാണെങ്കിലും ഞാൻ വെട്ടും, അതാണ് ലക്ഷ്യം. പക്ഷേ
അത്രയും ദൂരെ നിൽക്കുന്ന മിതേഷ് എന്ന് പറയുന്ന ആള് എനിക്കപ്പം എന്താണ് അവിടെ നിന്നുകൊണ്ട് മിതേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്രയും അടുത്ത് നിന്നുകൊണ്ട് എനിക്ക് അവിടെ റീസണബിൾ അപ്രിഹെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഹൃദേശ് എന്നെ ഉപദ്രവിക്കും എന്നുള്ളത് പറയും. കാരണം എനിക്ക് അത്രയും ദൂരെ നിന്നുകൊണ്ടാണ് പറയുന്നത്. അവിടെ തന്നെ, അതായത് ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്തായാലും മിതേഷ് ഇങ്ങോട്ട് കടന്ന് വന്നിട്ടില്ല. അപ്പോൾ എനിക്കെന്താണ് ഐ ഹാവ് സഫിഷ്യൻറ്റ് ടൈം ടു എന്താണ് കോൺടാക്ട് ദി പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റി പോലീസിനെയൊക്കെ വിടാണ്ട് ഒരുത്തന്താണ്ട് അവിടെ നിന്ന് ആളും കൊണ്ട് എന്നെ ഇപ്പോൾ വെട്ടു എന്ന് വിളിച്ച് പറയുന്നത്. എനിക്കത് പബ്ലിക് അതോറിറ്റിയെ വിളിച്ചു വരുത്താൻ സഫിഷ്യൻറ്റ് ടൈമുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇവനെതിരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഡിഫൻസ് അല്ലെങ്കിൽ ഈ റൈറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവിടെ മറ്റൊരു സാഹചര്യങ്ങളുണ്ട് പറയുന്നുണ്ട്. ഇതേ റൈറ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ അടുത്തൊരു സാഹചര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പബ്ലിക് സർവൻറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഈ പബ്ലിക് സർവൻറ്റ് വീട്ടിൽ കയറി വന്നിട്ട് പബ്ലിക് സർവൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഇവൻ കാണിക്കുന്നില്ലെന്നേ. മറ്റേ എന്താണ് എന്ത് ഡോക്യുമെൻറ്റിൻ്റെ പുറത്താണ് ഇവൻ ഇവിടെ കയറി വരുന്നത്, ഇവൻ പബ്ലിക് സർവൻ്റ് ആണോ ഇല്ലയോ നമുക്കെങ്ങനെ അറിയാം? അതുമുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു റീസണബിൾ അപ്രിഹെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ റൈറ്റ് എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ്. സോ അടുത്തൊരു ചോദ്യം, നമ്മുടെ ചോദ്യം ഇതാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ മിതേഷ് വരുന്നു, എന്താണ് കയ്യിലുള്ള പണമൊക്കെ പിടിച്ചു പറിക്കാനാണ് മിതേഷ് വരുന്നത്. മിതേഷ് വരുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പെട്ടെന്നാണ് അവിടുന്ന് ഒരു എന്ത് കിട്ടിയത്, എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവിടെ കിടന്ന ഒരു കമ്പിവടി എടുത്ത് മിതേഷിനെ കമ്പിവടി എടുത്തപ്പോഴേ മിതേഷ് ഓടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിൻ്റെ എങ്ങനെയാണ്, എത്ര എക്സ്റ്റെൻഡ് ഉണ്ട്, ഏതുവരെ നമുക്കത് പ്രയോഗിക്കാം? വടിയെടുത്തപ്പോഴേ പേടിച്ച് ഓടിയ മിതേഷിനെ ഓടിച്ചിട്ട് പുറകെ പോയി ഓടിച്ച് ഇട്ട് അയാളെ ഉപദ്രവിക്കാനും അയാൾക്ക് ഹാം ഉണ്ടാക്കാനും പാടില്ല. അത് നമ്മുടെ റൈറ്റ് അല്ല. നമ്മളിൽ എപ്പോഴിതെത്തും ഈ പറയുന്ന ഒരു ഹാം നമ്മളിൽ എത്തുന്ന ഒരു സമയത്ത്, അതായത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് എത്ര വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിഫൻസിന് വേണ്ടി മാത്രം അത് ഡിഫെൻഡ് അതായത് നമ്മൾ ഒരുത്തൻ അടിച്ചു, അവനെ തിരിച്ചടിച്ചപ്പോൾ തന്നെ അവനെ എന്ത് ചെയ്തു, നമ്മളെ കളഞ്ഞിട്ട് അവൻ പോയെങ്കിൽ അത്രയുമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഡിഫൻസിൽ കൂടുതൽ ഹാം നമ്മൾ അയാളിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരാളെന്നെ അടിച്ചു, ഉപദ്രവിക്കാൻ വരികയാണ്, ഞാനും അയാളെ തിരിച്ചടിച്ചു, അവൻ മാറുന്നില്ല, എന്തായാലും എന്നെ കൊന്നിട്ടേ പോകത്തുള്ളൂ എന്നുള്ള വാശിയിൽ നിൽക്കുന്നു. അതേ വാശിയിൽ ഞാനും എൻ്റെ മാക്സിമം പവർ ഉപയോഗിച്ച് ഞാൻ അയാളെ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത്രയും സമയം എന്ത് ചെയ്യും, നമുക്ക് ഈ റൈറ്റ് കിട്ടുമെന്നുള്ളതാണ്. സോ അപ്പോൾ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മൾ അപ്പം ഡിഫൻസ് എത്ര നേരം നമ്മളിൽ ആ ഒരു അപ്രിഹെൻഷൻ, നമ്മളിലൊരു ആ ഒരു ധാരണ, ഇവൻ്റെ ആ ഒരു ഉപദ്രവം നമ്മളിലേക്ക്, മറ്റൊരാളുടെ ഉപദ്രവം നമ്മളിലേക്ക് എത്തും എന്നുള്ള ധാരണയുണ്ട്, അതുവരെ നമുക്കിത് പ്രയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഒരു വ്യക്തി പബ്ലിക് സർവൻ്റ് ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ, നമ്മൾ ആവശ്യപ്പെട്ടിട്ടോ അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നാൽ ഇവൻ്റെ കയ്യിലുള്ള പ്രവൃത്തി കാരണം നമ്മൾക്ക് എന്ത് തോന്നുകയാണ്, ഇവൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു പബ്ലിക് സർവൻ്റ് ആണ് എന്ന് നമ്മൾ ചോദിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇയാളുടെ പ്രവൃത്തി നമ്മളിൽ മറ്റൊരു തരത്തിലുള്ള അപ്രിഹെൻഷൻ ഉളവാക്കിയെങ്കിൽ നമുക്ക് അവിടെയുള്ള ഡിഫെൻസിനുള്ള റൈറ്റ് ഉണ്ട്. അത് മാത്രമല്ല, അതേ ആ കാര്യം നമ്മൾ ഇയാളോട് ഈ പറയുകയാണ്, ചോദിക്കുകയാണ്, ഇഫ് ഹി ഹാസ് അതോറിറ്റി ഇൻ റൈറ്റിംഗ് അൺലെസ് ഹി പ്രൊഡ്യൂസസ് സച്ച് അതോറിറ്റി ഇഫ് ഹി ഡിമാൻഡ്. നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുടെ പബ്ലിക് സർവൻ്റ് ആണ് എന്ന് പറഞ്ഞ് കയറി വരുന്നവൻ്റെ അടുത്ത് നമ്മളിത് ചോദിച്ചിട്ട് ഇവൻ കാണിക്കുന്നില്ല, ഓഫീസിൻ്റെ കളറിലാണ്, ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടും അയാളത് കാണിക്കുന്നില്ല. അതേ സ്ഥലത്ത് ഈ പറയുന്ന ആളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മേ ബി ഇയാളൊരു പബ്ലിക് സർവൻ്റ് ആയിരിക്കാം, പബ്ലിക് സർവൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വരുന്ന ഒരാളായിരിക്കാം. എനിവേ ഇത് രണ്ടും അയാൾ അവിടെ നമ്മളെ പ്രൂവ് ചെയ്യുന്നില്ല, ഇയാൾ എന്ത് ഓഫീസിൻ്റെ കളറിലാണ് വരുന്നത് എന്ന് അയാൾ പറയുന്നില്ല. അതുമാത്രമല്ല, ഇയാളെ കൊണ്ട് നമ്മളുടെ ഒരു അപ്രിഹെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് എക്സസൈസ് ചെയ്യാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, സെക്ഷൻ 38ൻ്റെ പ്രത്യേകത, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു വ്യക്തി പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്
മറ്റൊരു ഡിഫെൻസ് ചെയ്യാണ്, ഡിഫെൻസീവ് റൈറ്റാണ്. നമ്മളൊരാളെ മറ്റൊരാൾ ഡിഫെൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒഫൻഡറിൻ്റെ എന്താണ് മരണം വരെ എന്താണ് മരണത്തിൽ കലാശിക്കാം. പക്ഷെ അതൊരു ഡെത്ത് അല്ലെങ്കിൽ ഒരു മർഡറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്ത റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് ഓഫ് ബോഡി എക്സ്റ്റെൻഡ് ടു കോസിങ് ഡെത്ത്. അപ്പം ഈ ഒഫൻഡറിൻ്റെ ഒരു അസൈലൻറ്റിൻ്റെ ഈ കുറ്റവാളിയുടെ അയാളുടെ എന്താണ് ആ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകാം ചില പ്രവൃത്തികൾ. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് മരണം സംഭവിച്ചാലും അതൊരു കുറ്റമല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ബോഡി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അസൈലൻറ്റിൻ്റെ ഒഫൻഡറിൻ്റെ മരണം നടന്നാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ ഇനി പറയാൻ പോകുന്ന 7 സാഹചര്യങ്ങൾ, 7-8 സാഹചര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമേ പാടുള്ളൂ. ഈ 7 സാഹചര്യങ്ങളല്ലാത്ത സാഹചര്യത്തിൽ ഇയാളുടെ മരണം സംഭവിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ പറയുന്നത് അതായത് ഈ അസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഉപദ്രവിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് ഉപദ്രവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെത്താണ് കോൺസിക്വൻസ്. അപ്പം നമ്മൾ തിരിച്ചുപദ്രവിച്ച് എന്നെ അടിക്കാൻ വരുന്ന ഒരുത്തനെ എനിക്ക് 2-3 അടി കിട്ടി, ഞാൻ എൻ്റെ സർവ്വശക്തി എടുത്ത് ഇവനെ തെള്ളിമറിച്ചിട്ടപ്പോഴാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? തലയടിച്ച് ചെന്ന് വീണു, അവിടെ കൂർത്ത കമ്പിയെ ചെന്ന് കൊണ്ട് അവൻ മരിച്ചുപോയി. ഓക്കെ, അത് ഞാനൊരു കൊലപാതകമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഞാൻ തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഞാനാണ് മരിക്കുന്നത്, എൻ്റെ റൈറ്റാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. സോ അവിടെ അയാളെ കൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. കാരണം വെറുതെ നിന്ന് എൻ്റെ നേരെയാണ് ഇയാൾ എന്നെ കൊലപാതകം നടത്താൻ വന്നത്. അപ്പം എന്താണ് റീസണബിൾ അപ്രിഹെൻഷൻ വന്നത്? എന്താണ്? ഇനി ആ സച്ച് അസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെത്ത് വിൽ അതർവൈസ് ബി ദ കോൺസിക്വൻസ് ഓഫ് സച്ച് അസാൾട്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരണമാണ്. ഇത് ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തതും. അല്ലാതെ അവിടെ അന്നേരം തന്നെ നമ്മൾ അയാളെ കൊല്ലണം എന്നുള്ള കരുതി കൂട്ടി ചെയ്തൊന്നും ആയിരിക്കില്ല. ഇനി അടുത്തേന്ന് മാത്രമല്ല, ഞാൻ തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഹർട്ടായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇയാൾ നടത്തിയ ഈ അസാൾട്ടിൻ്റെ എന്താണ്? ഇല്ലെങ്കിൽ ഒരു ഹർട്ട്, എനിക്ക് അത്രയും മാരകമായൊരു മുറിവ് സംഭവിക്കും. അപ്പം എന്താണ്? സംഭവിക്കും. ഇല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇയാളോട് തിരിച്ച് പ്രതികരിച്ചതും തിരിച്ച് അയാളുടെ ഈ റൈറ്റ് എക്സസൈസ് ചെയ്തതും അയാൾ ചെന്ന് തലയടിച്ച് വീഴുകയോ എന്തെങ്കിലും എൻ്റെ കൈ കിട്ടിയതെടുത്ത് ഞാൻ അയാളെ ഉപദ്രവിച്ചു, അയാളുടെ മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു കൊലപാതകമല്ല. അപ്പോൾ ഒന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എന്താണ് അതായത് തിരിച്ചുപദ്രവിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ കൊല്ലുമെന്നുള്ളൊരു സ്റ്റേജിലാണ് നമ്മൾ പ്രതികരിച്ചതെങ്കിലോ, അല്ലെങ്കിൽ തിരിച്ചുപദ്രവിച്ചില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഹർട്ട് ഉണ്ടാകാം. വെറും ഹർട്ടല്ല, ഗ്രീവിയസ് ഹർട്ട് ഉണ്ടാകാം. ഓക്കെ, കഠിനമായിട്ടുള്ള ദേഹോപദ്രവം ഉണ്ടാകാം എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കുകയും തിരിച്ച് ഫോഴ്സ് ഉപയോഗിക്കുകയും ആ ഫോഴ്സ് കാരണം അയാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കൊലപാതകമല്ല, ഒഫൻസ് അല്ല. അത് മാത്രമല്ല, ഈ കടന്നു വന്നവൻ റേപ്പ് കമ്മിറ്റ് ചെയ്യാനാണ് വരുന്നത്, കമ്മിറ്റിംഗ് ഓഫ് റേപ്പ് കമ്മിറ്റ് ചെയ്യാനാണ് ഇവൻ വന്നതെങ്കിൽ അതും ഒരു ഒഫൻസ് അല്ല. ദെൻ അപ്പോഴും നമ്മൾ തിരിച്ച് പ്രതികരിച്ചു, ഒഫൻഡർ മരിച്ചുപോയി. അസാൾട്ട് അതായത് അൺനാച്ചുറൽ ലസ്റ്റുകളാണ്. ഓക്കെ, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സെക്ഷൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് ഇവൻ വന്നിട്ടുള്ളത്. അതാണ് അൺനാച്ചുറൽ ലസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവൻ കടന്നു വന്നിട്ടുള്ളത്. അതിനെ പ്രതിരോധിച്ചപ്പോഴാണ് അവൻ തട്ടിപ്പോയത്. ദാറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഇനി കിഡ്നാപ്പ് ചെയ്യുന്നതിനോ അബ്ഡക്റ്റ് ചെയ്യുന്നതിലേക്കോ വേണ്ടിയിട്ടാണ് ഇവൻ നമ്മളെ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നത്? ആ കിഡ്നാപ്പ് ചെയ്യാനോ അബ്ഡക്റ്റ് ചെയ്യാനാണോ എന്ന് എനിക്ക് മനസ്സിലായി, അതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു പ്രതികരിച്ചു, അവൻ തട്ടിപ്പോയി. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. അപ്പോൾ കണ്ട, ഈ സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾക്ക് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒഫൻഡറിനെ ആ കൃത്യം നടത്താൻ വരുന്നവൻ്റെ കൊലപാതകം ഇല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ അത് ഒഫൻസ് അല്ലാതെ ആകുന്നുള്ളൂ. പക്ഷേ ഈ സാഹചര്യങ്ങൾ, ഇനി പറയുന്ന ഈ 7 സാഹചര്യങ്ങളല്ലാത്ത എന്താണെങ്കിലും അതെന്ത് തന്നെയാണ്? അതൊരു ഒഫൻസ് തന്നെയാണ്. ഓക്കെ, അത് ആ രീതിയിൽ പറയുന്ന ഒഫൻസാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ വരുന്നത് റോങ്ഫുള്ളായിട്ട് നമ്മുടെ നിതേഷിനെ കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോങ്ഫുള്ളായിട്ട് തടങ്കലിൽ വെക്കാണ്. വെറും തടങ്കലൊന്നും അല്ല, അതായത്
പബ്ലിക് അതോറിറ്റികൾ എന്താണ് നമ്മുടെ മിതേഷിൻ്റെ റിലീസിന് വേണ്ടി എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. അതായത് ആരും അറിയരുത്. ആരെങ്കിലും അറിഞ്ഞാലല്ലേ ഇവനെ റിലീസ് ചെയ്യാൻ ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഹേബിയാസ് ഒക്കെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ എന്താണെന്നൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ആജീവനാന്ത കാലം ആരും അറിയാതെ ഇവനെ കൊണ്ടുചെന്ന് എന്താണ് റോങ്ഫുള്ളായിട്ട് കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ലക്ഷ്യം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് നടത്താം, അതിനെതിരെയും പ്രതികരിച്ച് മരണം സംഭവിക്കാം എന്നുള്ളതാണ്. ഇനി അടുത്ത ലാസ്റ്റ് പോർഷനാണ് നമ്മളുടെ ആസിഡ് അറ്റാക്ക് ചെയ്യുന്നു, ആസിഡ് എടുത്ത് ഒഴിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും അത് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഈ റൈറ്റ് എക്സസൈസ് ചെയ്യുകയും ആളെ എന്താണ് ആ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കോൺസിക്വൻസ് ഒഫൻഡർ മരിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഓക്കെ, സെക്ഷൻ 39 നമ്മൾ പറയുന്നത് തൊട്ട് മുമ്പേ കണ്ടില്ലേ, ഈ തൊട്ട് മുമ്പേ കണ്ട സാഹചര്യം ഏതാണ്? തൊട്ട് മുമ്പേ കണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 38 അപ്പോൾ ഈ സെക്ഷൻ 38 പറയുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ മരണം സംഭവിപ്പിച്ചാൽ കുറ്റമല്ലാതെയുള്ളൂ. അല്ലാതെയുള്ള സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ മരണം ഒഴികെയുള്ള മറ്റേത് ഹാമും നമുക്ക് എന്താണ് ചെയ്യുന്നതുകൊണ്ട് അതൊരു ഒഫൻസ് ആകില്ല. അപ്പം പ്രത്യേകം ഓർത്തിരിക്കുക, 38 എന്താണ് 38 പറയുന്ന 7 സർക്കംസ്റ്റാൻസ് ആണ്. 7 സർക്കംസ്റ്റാൻസുകളിലാണ് നമ്മൾക്ക് എന്തിനുള്ള റൈറ്റ് ഉള്ളത്? ഒരാളുടെ എന്താണ് റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒഫൻഡർ മരിച്ചാലും അത് കുറ്റമല്ലാതാകുന്നുള്ളൂ. 39 വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 പറയുന്നത് എന്താണ്, ഈ 7 സാഹചര്യങ്ങൾ അല്ലാതെ വരുന്ന കേസുകളിൽ എന്താണ് ഡെത്ത് ഒഴികെ എന്ത് ബോഡി ഹാം വേണമെങ്കിലും കൊടുക്കാം. അത് അപ്പോൾ ഹർട്ട്, ഗ്രീവിയസ് ഹർട്ട് അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാമെന്ന്. പക്ഷെ അവിടെയും 37 പരിധിയിൽ നിന്നുകൊണ്ട് വേണം അതൊക്കെ ചെയ്യാനെന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴാണ് നമ്മുടെ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് എന്താണ് ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ആ റൈറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഓക്കെ, എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വന്ന, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ മിതേഷ് തൊണ്ട ബിൽഡിങ്ങിന് പുറത്തിറങ്ങി നിന്നൊരു വാളും കൊണ്ട് വടിവാളും വെട്ടുകത്തിയായിട്ട് അവിടെ നിൽക്കുകയാണ്, കുറേ നേരം കൊണ്ടേ അവിടെ നിൽക്കുകയാണ്. അപ്പം എന്താണ് ഒരുപാട് സമയമുണ്ട് നമുക്കിവിടെ റീസണബിളായിട്ട് അപ്രിഹെൻഷൻ, ഇവൻ അടുത്ത് വന്നിട്ടില്ല, ആളടുത്ത് വന്നിട്ടില്ല, നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഒരു കാര്യമൊന്നുമല്ല. അതായത് റീസണബിൾ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാകണം, അയ്യോ നമ്മളിപ്പോൾ കൊല്ലും എന്നുള്ള ആ ഒരു പേടിയിൽ നിന്നുണ്ടാകും. ഇതങ്ങനെയൊന്നുമില്ല. അപ്പോൾ കമൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എപ്പോഴാണോ ത്രെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 മണിക്കൂർ അവിടെ നിന്നതിന് ശേഷം ഹൃദയ് ബിൽഡിങ്ങിനകത്തേക്ക് കയറി വന്നു. ബിൽഡിങ്ങിനകത്തേക്ക് കയറി വന്നപ്പം നമുക്ക് കാര്യം മനസ്സിലായി, ഇത് കളി കാര്യമാണ് എന്ന് മനസ്സിലാകുന്നു. ഹൃദയ് അത് കഴിഞ്ഞിട്ട് റൂമിനകത്തേക്ക് വന്നു. ഓക്കെ, ഈ റൂമിനകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എന്തായി കഴിഞ്ഞു, അവിടെ അപ്പം നമുക്ക് മിതേഷിനെ പുറത്താക്കാനുള്ള ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. അല്ലാതെ നമുക്ക് അപ്രിഹെൻഷൻ ഇല്ലാത്തിടത്തോളം കാലം നമുക്കിത് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരാൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ നമ്മളെ അടിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കുന്നു, അയാൾ ഓടിപ്പോയി, ആ റൈറ്റ് അവിടെ തീർന്നു. ഓക്കെ, എന്നാൽ അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അവൻ വീണ്ടും നമ്മളെ ഉപദ്രവിക്കുന്നു, ആ ഉപദ്രവം എപ്പോൾ വരെ, അതായത് പറയുന്ന നമ്മളെ ആ ഒഫൻഡർ നമ്മളെ എത്രത്തോളം ഉപദ്രവിക്കുന്നു അതുവരെ നമുക്ക് തടയാനുള്ള ആ റൈറ്റ് നമുക്ക് നിൽക്കും. അതേസമയം നമ്മളെ കണ്ട് പേടിച്ചോടിയ ഒരാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു, എൻ്റെ കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു, പെല്ലറ്റ് ഗണ്ണുണ്ടായിരുന്നു, ഞാനത് എടുക്കുന്ന കണ്ടപ്പോഴേ മിതേഷ് ഓടിപ്പോയ മിതേഷിനെ പിന്നെ പുറകെ നടന്ന് ഇത് ഗൺ ഫയർ ചെയ്യാൻ പാടില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ റൈറ്റ് അവിടെ തീർന്നു എന്നാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ത്രെട്ട് തുടങ്ങുമ്പോഴത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അത് എപ്പോൾ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ എൻഡ് ചെയ്യുന്നത് എപ്പോഴേ ഉള്ളൂ, ആ എൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ആ ത്രെട്ടനിങ് നിൽക്കുമ്പോൾ ആ നമ്മുടെ റൈറ്റും നിൽക്കും. ഇനി 41 ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ഈ ഒരു വ്യക്തിയുടെ മാത്രമല്ല മറ്റൊരാളുടെ പ്രോപ്പർട്ടിയും ഉണ്ടേ, അത് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒഫൻഡറിൻ്റെ മരണം സംഭവിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റോബറി നടക്കുന്ന സമയം, പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. അപ്പോൾ റോബറി നടക്കുന്ന സമയത്ത്
ഹൗസ് ബ്രേക്കിംഗ് ആണ്. ഹൗസ് ബ്രേക്കിങ്ങും ഉണ്ട്, ഹൗസ് ട്രസ്പാസും ഉണ്ട്. ഹൗസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് സംഹിതയ്ക്കകത്ത് പറഞ്ഞ്, അതായത് ഒരു 6 രീതികളിൽ എന്താണ് സാധാരണ രീതിയിൽ വീടിനകത്തേക്ക് കയറി വരുന്നതല്ലാതെ ഓട് പൊളിച്ച് കയറുക, വീട്ടിൽ ഭിത്തി തുരങ്കം ഉണ്ടാക്കി കയറുക, കമ്പി വളച്ച് കയറുക, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കള്ളത്താക്കോലിട്ട് തുറന്ന് കയറുക, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഹൗസ് ബ്രേക്കിംഗ് ആണ് ഭവനഭേദനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സൺസെറ്റിനും സൺറൈസിനും മുമ്പ് നടക്കുന്ന ഭവനം, അതൊക്കെ എന്താണ് പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസാണ്. അത് തടയുന്നതിലേക്ക് വേണ്ടി നമ്മൾ റൈറ്റ്, അപ്പം കടന്നു കയറി വരുന്ന ഒരുത്തനെ അടിച്ച് പുറത്താക്കാൻ നിൽക്കുകയാണ്. അടി കൊണ്ടവൻ വീണ്, അവൻ തട്ടിപ്പോയി, ഓക്കെ, എന്തെല്ലാം. അപ്പം ബോഡി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് എക്സസൈസ് ചെയ്ത്. ഒറ്റ അടി കൊടുത്തപ്പോഴേ അവൻ വീണുപോയി, പക്ഷേ വീണ് കിടക്കുന്നവനെ വീണ്ടും വീണ്ടും അടിക്കാൻ പാടില്ല. ഇനി അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പറയുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടികളിലേക്ക് ഒരു ദ്രോഹം നടത്താൻ, മിസ്ചീഫ്, ആ ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഉപയോഗിച്ചോ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഉപയോഗിച്ചോ, ഫയർ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ്, തീയോ സ്ഫോടക വസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ച് ഇത് എന്താണ് തീയിട്ട് നശിപ്പിക്കാനാണെങ്കിൽ അവൻ കയറി വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബിൽഡിങ്ങിലോ ടെൻറ്റിലോ വെസലുകളിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഡ്വെല്ലിംഗ്, മനുഷ്യവാസമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ എന്താണ് ഫയറോ എക്സ്പ്ലോസീവ്സോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനാണ് വരുന്നത്, മിസ്ചീഫ് നടത്താൻ. അതായത് മിസ്ചീഫ് എന്ന് പറയുമ്പം തീയിട്ട് നശിപ്പിക്കാനാണ് ഇവൻ കയറി വരുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് റൈറ്റ് എക്സസൈസ് ചെയ്യും. അവന് മരണം സംഭവിച്ചാലും ദാറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 4ാമത്തെ സാഹചര്യം തെഫ്റ്റ്, മിസ്ചീഫ്, ഹൗസ് ട്രസ്പാസ്. അപ്പോൾ എന്താണ്, ഹൗസ് ബ്രേക്കിംഗും ഉണ്ട്, ഹൗസ് ട്രസ്പാസ് അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ തെഫ്റ്റ്, മിസ്ചീഫ്, ഹൗസ് ട്രസ്പാസുകൾ നടത്തുന്ന സമയത്ത് നമ്മൾക്കൊരു റീസണബിൾ അപ്രിഹെൻഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ടാണ് കോൺസിക്വൻസ് എന്ന് തോന്നണം. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളെ ഉപദ്രവിച്ചു, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് തെഫ്റ്റ് നടത്താൻ, മിസ്ചീഫ് നടത്താൻ, ഹൗസ് ട്രസ്പാസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രോപ്പർട്ടി എന്താണ് നമുക്ക് സംരക്ഷിക്കണമല്ലോ. അപ്പം ഇതിനെതിരെ നമ്മൾ തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ടാണ് കോൺസിക്വൻസ് എന്ന് നമുക്ക് തോന്നിയിട്ടാണ്, ഇല്ലെങ്കിൽ ഇവൻ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ എന്താണ് മാരകമായിട്ടുള്ള ദേഹോപദ്രവം, മുറിവുണ്ടാക്കും എന്നൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ തിരിച്ച് പ്രതികരിച്ചത്. ആ തോന്നലുണ്ടായത് ഈ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെയും അതൊരു ഒഫൻസ് അല്ല. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 442 ഇതാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ 4 സാഹചര്യങ്ങളിൽപ്പെട്ട സാഹചര്യങ്ങളിലെ എന്താണ് ഒഫൻഡറിൻ്റെ മരണം സംഭവിച്ചാൽ അതൊരു കുറ്റമല്ലാതെയാകുന്നുള്ളൂ. എന്നാൽ 42 പ്രകാരം ഈ 4 സാഹചര്യങ്ങളല്ലാതെ ഏത് സാഹചര്യങ്ങളിലും ഒഫൻഡറിൻ്റെ എന്താണ് മരണം സംഭവിച്ചാൽ അത് ആ കുറ്റം തന്നെയാകും. ഇനി എന്താണ് മരണമല്ലാതെയുള്ള മറ്റെന്ത് ബോഡി ഹാം വേണമെങ്കിലും എനി ഹാം അതർ ദാൻ ദ ഡെത്ത് എന്നുള്ളതാണ്. അപ്പം 42 പ്രകാരം ഡെത്ത് ഒഴികെ എന്ത് ബോഡി ഹാമും ചെയ്യാം. അപ്പം ഡെത്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാൽ അത് കൊലപാതകമല്ല, അതൊരു കുറ്റകൃത്യമല്ലാതെ ആകുന്ന സാഹചര്യം ഏതൊക്കെയാണ്? ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പറഞ്ഞ 7 സാഹചര്യവും, പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ 4 സാഹചര്യങ്ങളെ നമ്മൾ അവിടെ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങൾ അതൊരു ഒഫൻസായിട്ട് തന്നെ വരും. ഇനി ആ മറ്റ് സാഹചര്യങ്ങളാണെങ്കിൽ എനി അതർ ബോഡി ഹാം നടത്തുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്തയാണ് എപ്പോഴാണ് നേരത്തെ പറഞ്ഞത് സാഹചര്യം തന്നെയാണ് അത് പ്രോപ്പർട്ടിയുടെ പേരിലേക്ക് വരുമ്പോൾ എന്താണ് കമൻസ്മെന്റ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് റൈറ്റ് ഓഫ് എന്താണ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ത്രെട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കയറി വരുന്നവനെ പുറത്താക്കാനുള്ള റൈറ്റും സ്റ്റാർട്ട് ചെയ്യും. കയറി വരുന്നവൻ ഇറങ്ങിപ്പോകുന്നില്ല, അവനെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് വരെ, അല്ലെങ്കിൽ ആ പറയുന്ന ത്രെട്ട്, പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ത്രെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വരെ, ആ ത്രെട്ട് ഒഴിവാക്കുന്നത് വരെ ആ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഈ റൈറ്റ് പ്രൈവറ്റ് ഡിഫൻസ് പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾക്കുണ്ട്. അതാണ് 43 പറയുന്നത്. ദെൻ അതായത് ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾക്ക് നിലനിൽക്കുന്നതാണ്. റീസണബിൾ അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ ടു പ്രോപ്പർട്ടി കമൻസ് ചെയ്യുന്ന അവിടെ തൊട്ട് ഒഫൻഡർ എന്താണ് ഈ പബ്ലിക് അതോറിറ്റിയെ എന്താണ് ഇപ്പോൾ ഇൻ കേസ് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം മോഷ്ടിച്ചുകൊണ്ടുപോയി,
ആ മോഷ്ടിച്ചു കൊണ്ടുപോയ സംഗതി പബ്ലിക് അതോറിറ്റി എന്താണ്, പബ്ലിക് അതോറിറ്റി വഴി നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടുന്നത് വരെയും നമ്മൾക്ക് ആ പ്രോപ്പർട്ടിയിൽ മേൽ എന്തുണ്ട്, ഡിഫൻസ്. അതിനി വേറൊരാളുടെ കയ്യിലാണെങ്കിൽ നമുക്കാണെങ്കിലും പോയി തിരിച്ചതിനെ എടുത്തുകൊണ്ട് വരാമെന്നാണ് അതിൻ്റെ. അപ്പം തെഫ്റ്റ് നടന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് മിതേഷ് ഇതിനെ എന്ത് ചെയ്ത് കൊണ്ടുപോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്താണ്, ആ മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രോപ്പർട്ടി മിതേഷിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്ന എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വഴിയോ, അതല്ലെങ്കിൽ എനിക്ക് നേരിട്ടോ ഈ സംഗതി എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 രീതിയിലും എനിക്കവിടെ റൈറ്റ് കിടപ്പുണ്ട്. ഇനി റോബറിക്ക് അഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് റോബറി നടത്തുക, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ടു എനി പേഴ്സൺ ഡെത്ത് അല്ലെങ്കിൽ ഹർട്ട് ഓർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ എന്താണ് ഫിയർ ഓഫ് ഇൻസ്റ്റൻറ്റ് ഡെത്തോ ഇൻസ്റ്റൻറ്റ് ഹർട്ടോ ഓർ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ റെസ്ട്രെയിൻറ്റോ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള. അപ്പോൾ റോബറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ്, റോബറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ്, ആസ് ടു ദ ഒഫൻഡർ കോസസ് ഓർ അറ്റംപ്റ്റ് കോസ് ടു എനി പേഴ്സൺ ടു ഡെത്ത് ഓർ ഹർട്ട് ഓർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്, അതല്ലെങ്കിൽ അപ്പം എന്താണ്, റോബറി കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒഫൻഡർ ഡെത്തോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ടോ ഒക്കെ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് അത് അത്രയും നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ എന്ത് കിട്ടും, നമ്മൾക്ക് ഈ പറയുന്ന റോബറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ആ റൈറ്റ് കിട്ടും. ക്രിമിനൽ ട്രസ്പാസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടും. ഹൗസ് ബ്രേക്കിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഈ പറയുന്ന, കാരണം അത് പ്രോപ്പർട്ടി എപ്പോൾ നമ്മൾ ആ പറയുന്ന പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ത്രെട്ട് കയറുന്നോ അവിടെ തൊട്ട് തുടങ്ങി അവയാളെ നമ്മൾ ഈ പറയുന്ന ഈ ത്രെട്ട് റിമൂവ് ചെയ്യുന്ന അതേ എത്രയും സാഹചര്യത്തിൽ അത് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് പോർഷനാണ്, നമ്മുടെ മിതേഷ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വയലൻ്റ് മോബ് മിതേഷ് നാട്ടിലെന്തോ കൃത്രിമത്വം കാണിച്ച് മിതേഷിനെതിരെ കുറേ ആൾക്കാർ വന്ന് മിതേഷിനെ തല്ലി കൊല്ലാനായിട്ടാണ് വരുന്നത്. കയ്യിൽ വടിവാളും വെട്ടുകത്തിയൊക്കെ ഉണ്ട്, ഓക്കെ, ഇല്ലെങ്കിൽ തോക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്ന കൂട്ടത്തിൽ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ മിതേഷിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മിതേഷിന് മനസ്സിലായി എന്താണ്, കളി കാര്യമാകാൻ പോവുകയാണ്, എനിക്ക് തിരിച്ച് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇവന്മാരെന്നെ തല്ലിക്കൊല്ലും, കയ്യിലിരിക്കുന്ന ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗൺ വലിച്ചെടുക്കുന്നു, അത് വെച്ച് ഒരു വെടി വയ്ക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു മൈനറായ കുട്ടി മരിച്ചു, ഒരു ഇന്നസെൻ്റ് പേഴ്സൺ മരിച്ചു പോകുന്നു. അപ്പോൾ അതൊരു കുറ്റകൃത്യമാണോ? അല്ല, കുറ്റകൃത്യമല്ല. കാരണം അണ്ടേ, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എഗെയിൻസ്റ്റ് എ ഡെഡ്ലി അസോൾട്ട്, അതായത് മാരകമായിട്ടുള്ള ദേഹോപദ്രവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡെഡ്ലി അസോൾട്ടാണ്. അപ്പോൾ വെൻ ദെയർ ഈസ് എ റിസ്ക് ഓഫ് ഹാം ടു, അപ്പോൾ ഡെഡ്ലി അസോൾട്ട് നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ എന്താണ്, ഈ ഡെഡ്ലി അസോൾട്ടിനെ പ്രതിരോധിക്കാനുള്ള റൈറ്റ് നമ്മൾക്കുണ്ട്. അവിടെ എന്താണ്, അവിടെ പ്രതിരോധിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു ഇന്നസെൻ്റ് പേഴ്സണ് ഹാം സംഭവിക്കും എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഡെഡ്ലി അസോൾട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഡിഫൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ്, റിസ്ക് ഓഫ് ഹാം ടു ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ. അപ്പം എന്താണ്, ഇന്നസെൻറ്റ് പേഴ്സൺ ഒരു ഹാം സംഭവിച്ചാലും അതൊരു ഒഫൻസായിട്ട് കൺസിഡർ ചെയ്യില്ല. അത് മറിച്ച് നമ്മുടെ എന്തായിട്ടാണ്, നമ്മളുടെ റൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ്, അപ്പോൾ നമ്മളുടെ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് പോർഷൻ സെക്ഷൻ എത്ര തൊട്ടാണ്, സെക്ഷൻ 34 തൊട്ട് സെക്ഷൻ 44 വരെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ എന്താണ്, പ്രൈവറ്റ് ഡിഫൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഡിഫൻസ് ചെയ്യാം നമ്മളുടെ ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും മറ്റൊരാളുടെ ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും മറ്റൊരാളുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും നമുക്ക് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. ബോഡി സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് 7 സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങളിൽ അസൈലൻ്റ് ഓർ ഒഫൻഡറിൻ്റെ മരണം സംഭവിച്ചാലും പ്രശ്നമില്ല. പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 സാഹചര്യം പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങളിൽ മാത്രമേ മരണം സംഭവിക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് കിട്ടുന്ന എന്താണ്, നമ്മളെ ഉപദ്രവിച്ചാൽ തിരിച്ച് നമ്മൾക്ക് എന്താണ്, ഡിഫൻസ് ചെയ്യാനുള്ള റൈറ്റ് എന്താണ്, ഈ പറയുന്ന ഫോഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളാണ്, പിന്നെ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്ര നേരം എപ്പോൾ ഈ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾക്കെതിരെ ബോഡിക്കോ പ്രോപ്പർട്ടിക്കോ അഗെയിൻസ്റ്റ് ആയിട്ട് ആ ത്രെട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ റൈറ്റും സ്റ്റാർട്ട് ചെയ്യുകയും എത്ര നേരം ബോഡിക്കും പ്രോപ്പർട്ടിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ത്രെട്ട് നിലനിൽക്കുന്നോ അത്രയും നേരം ഈ പറയുന്ന എന്ത് നിലനിൽക്കും, ഈ റൈറ്റും നിലനിൽക്കും. സോ
ഓൾ ദീസ് ആർ അബൌട്ട് അവർ എന്താണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. ഒരു നല്ല ഏരിയ ആണ്. ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും അതിലേക്ക് പോകുന്നതായിരിക്കും. സോ നമുക്കിത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൺലി നമുക്കത് കൺക്ലൂഡ് ചെയ്ത് പറയാം, അതൊരു ഡിഫെൻസീവ് റൈറ്റ് മാത്രമാണ്, പ്യൂണിറ്റീവ് റൈറ്റ് അല്ല, മറ്റൊരാൾക്ക് ശിക്ഷിക്കാനുള്ള അധികാരമല്ല, നമ്മളുടെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ആ ഡിഫെൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന പ്രവൃത്തികളൊക്കെ അവിടെ വരാം, ഇന്ന കോൺസിക്വൻസ് ഒക്കെ അവിടെ വരാം. പക്ഷേ അത് എന്താണ്, റെസ്ട്രിക്റ്റഡ് സർക്കംസ്റ്റാൻസിലായിട്ട് മാത്രമേ ആ സാഹചര്യങ്ങളും വരികയുള്ളൂ, സൃഷ്ടിക്കപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് കരുതുന്നു. സോ അപ്പോൾ നമുക്കിത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.